ഷിരൂരിലെ അവസ്ഥ തന്നെയാണ് മലയാളികളെ ഓരോ ദിവസവും ദുഃഖത്തിലേക്ക് എത്തിക്കുന്നത്. ഷിരൂരിൽ നിന്നും അർജുൻ്റെ ലോറിയുടേതായ ഭാഗങ്ങൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലോറിയുടേതായ ചില ഭാഗങ്ങൾ ലഭിച്ചുവെന്നല്ലാതെ അതൊന്നും അർജുൻ്റെ ലോറിയുടേതല്ലായിരുന്നു. ഇന്നും ഷിരൂരിലെ ഗംഗാവാലി പുഴയിൽ തിരച്ചിൽ തുടരുന്നുണ്ട്. നാവികസേനയുടെയും ഈശ്വർ മൽപയുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നും തിരച്ചിൽ വിവിധ ഘട്ടങ്ങളായി തുടരുന്നത്. ലോറിയുടേതായ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും അത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതല്ല എന്ന് ലോറി ഉടമ മനാഫ് വെളിപ്പെടുത്തി. അതിനുശേഷം തടി കെട്ടിയ കയർ കണ്ടെത്തിയിരുന്നു. അത് അർജുൻ്റെ ലോറിയുടെ കയർ ഭാഗങ്ങളാണെന്നും മനാഫ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം കെട്ടിയ കയറിൻ്റെ ബാക്കി ഭാഗങ്ങളായിരുന്നു അത്. പുഴയിൽ വലിയ തോതിൽ മണ്ണ് അടിഞ്ഞുകൂടി മൺകൂനകൾ സൃഷ്ടിച്ചതും ഭീമമായ കല്ലുകളും മരങ്ങളും അടിഞ്ഞുകൂടി തിരച്ചിലിന് പ്രതിസന്ധി ആവുന്ന കാഴ്ചയാണ് കാണുന്നത്. തിങ്കളാഴ്ച ഗോവയിൽ നിന്നും ഗഡ്ജർ എത്തിക്കും. അതിനായി കർണാടക ഗവൺമെൻറ് അഡ്വാൻസ് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഗോവയിൽ നിന്നും ഗഡ്ജർ എത്തിക്കാൻ 50 ലക്ഷത്തോളം ചിലവ് വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. അർജുനടക്കം 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 3 പേരെയും കിട്ടുന്നതുവരെ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കും. അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ തടി കെട്ടിയിരുന്ന കയർ ഭാഗം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനാണ് തീരുമാനം. അർജുൻ്റെ ലോറിയിൽ കെട്ടിയ കയർ ഒരു വലിയ സൂചനയാണ് ഇപ്പോൾ എല്ലാവരെയും മുന്നോട്ട് നയിപ്പിക്കുന്നത്. തിങ്കളാഴ്ച ഗഡ്ജർ എത്തി തിരച്ചിൽ നടത്തും. കലക്കവെള്ളമാണ് അവിടെ ഇപ്പോഴും വെല്ലുവിളി. എന്നാൽ കലക്കവെള്ളത്തിൽ തിരച്ചിൽ നടത്തി പരിശീലനമുള്ള ടീമാണ് ഇപ്പോൾ തിരച്ചിൽ തുടരുന്നത്. ഈശ്വർ മൽപെ പറയുന്നത് ഇങ്ങനെയാണ്: അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയുടെ കയർ ലഭിച്ചിട്ടുണ്ട്. കയർ കെട്ടിയ മരക്കുറ്റി നീക്കം ചെയ്യുകയാണ് ആദ്യ ശ്രമം. വൈകുന്നേരം വരെ തിരച്ചിൽ തുടരും. ഇന്ന് ക്രെയിൻ എത്തും. മരക്കുറ്റിയിൽ കെട്ടിവലിച്ച് പുറത്തെത്തിക്കാനാണ് ശ്രമമെന്നും ഈശ്വർ മൽപെ പറയുന്നു. അർജുനെ കാണാതായിട്ട് 1 മാസം തികയുകയാണ്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ നിർണായക തെളിവ് ലഭിച്ചെന്ന രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്ന ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം തിരച്ചിലിൽ കയറടക്കം കണ്ടെത്തിയതിനാൽ തന്നെ അർജുൻ്റെ ലോറി പുഴയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പായെന്നും അവർ വിവരിച്ചു. അർജുൻ്റെ ലോറി പുഴയിൽ തന്നെ ഉണ്ടെന്നതിൻ്റെ തെളിവാണ് ഇന്ന് കയർ ലഭിച്ചതെന്നും കലക്ടർ തന്നെ പറയുന്നു. കയർ ലഭിച്ചതുകൊണ്ട് തന്നെ ലോറി പുഴക്കടിയിൽ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ കൂടുതൽ സെർച്ച് നടത്തുമെന്നും അറിയിച്ചു. കയർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇനിയുള്ള പരിശോധന. ഗഡ്ജർ എത്തുന്നതുവരെ ഡൈവർമാർ തിരച്ചിൽ നടത്തുമെന്നും ഗഡ്ജർ എത്തിക്കഴിഞ്ഞാൽ ഏത് തരത്തിൽ വേണമെന്ന് തീരുമാനിക്കുമെന്നും കലക്ടർ വിശദീകരിക്കുന്നു. അതേസമയം അർജുൻ്റെ ഭാര്യയ്ക്ക് ഷിരൂരിൽ അർജുനെ നഷ്ടപ്പെട്ട സ്ഥലം ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുന്നു. അത് കൃഷ്ണപ്രിയ ഒരുപാട് ദിവസങ്ങളായി പറയുന്ന കാര്യമാണ്. തനിക്ക് തൻ്റെ ജീവൻ അവസാനമായി നിന്ന സ്ഥലത്ത് ഒരു വട്ടം നിൽക്കണം. അത് അത്ര സുഖകരമായ കാര്യമല്ലെന്നറിയാം. എങ്കിലും അത് ഒരു ആഗ്രഹമല്ല, മനസ്സിൻ്റെ വേദനയാണ്. അർജുൻ്റെ കുടുംബത്തിനും അവിടെയൊന്ന് സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് പല ഉദ്യോഗസ്ഥന്മാരെയും അറിയിച്ചതുമാണ്. അത് ഉടൻ തന്നെ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരിപ്പോൾ ഉള്ളത്.